തെരഞ്ഞെടുപ്പ് നടന്ന 4 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും വോട്ടെണ്ണൽ അതിദ്രുതം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വീഡിയോ ചെയ്തത്. ഫലപ്രഖ്യാപനം പൂർത്തിയായിട്ടില്ല. പൂർത്തിയാകുമ്പോഴും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും ആസാം ഒഴിച്ച് വലിയ ഭരണവിരുദ്ധ വികാരമാണ് പ്രകടമാകുന്നത്. ആസാമിൽ ഭരണ അനുകൂല വികാരമാണ്, അഥവാ BJP തരംഗമാണ്. BJP ആണ് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ആസാം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ അവർ കൂടിയ ഭൂരിപക്ഷത്തോടെ ഭരണം നിലനിർത്തും എന്നുള്ളതാണ് ഇതുവരെയുള്ള സൂചനകൾ. അതിലിനി മാറ്റം വരാനൊരു സാധ്യതയില്ല. ആസാമിലെ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല വഹിച്ചതും പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചതും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചതും ഒക്കെ നമുക്ക് ഏവർക്കും പ്രിയങ്കരിയായ നമ്മുടെ വയനാട് MP ശ്രീമതി പ്രിയങ്ക വധേരയാണ്. അപ്പോൾ ഇത് അവരുടെ തൊപ്പിയിലെ ഒരു കാക്കത്തൂവലായിട്ട് മാറും എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ബംഗാളാണ് കൂടുതൽ പ്രധാനപ്പെട്ട സംസ്ഥാനം. രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിലൊന്നാണ്. ഏറ്റവും അധികം മെമ്പർമാരെ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുത്ത് അയക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനമാണ്. ഒന്നാമത്തെ UP ആണ്, രണ്ടാമത്തെ വെസ്റ്റ് ബംഗാൾ, മൂന്നാമത്തെ മഹാരാഷ്ട്ര. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട സംസ്ഥാനമാണ്. അവിടെ കഴിഞ്ഞ 15 കൊല്ലമായിട്ട് ഭരിച്ചുകൊണ്ടിരുന്നത് തൃണമൂൽ കോൺഗ്രസ്സാണ്. മുഖ്യമന്ത്രി കുമാരി മമതാ ബാനർജിയാണ്. അതിനു മുമ്പ് 34 കൊല്ലം 3.5 പതിറ്റാണ്ട് അടക്കി ഭരിച്ചത് ഇടതുപക്ഷമാണ്, CPM ആണ്. അപ്പോൾ CPMൻ്റെ ദുർഭരണം അവസാനിപ്പിച്ച് മമതാ ബാനർജിയുടെ ദുർഭരണം ആരംഭിച്ചു. പശ്ചിമ ബംഗാളിലെ ജനങ്ങൾ 35 കൊല്ലം മാർക്സിസ്റ്റുകാരെ സഹിച്ചുവെങ്കിൽ 15 കൊല്ലമേ മമതയെ സഹിക്കാൻ കൂട്ടാക്കിയുള്ളൂ. ഇതാ മമതാ ബാനർജിയും പുറത്തേക്കുള്ള വഴിയിലാണ്. എക്സിറ്റ് പോൾ കണ്ട് അമ്പരന്ന ആളുകൾ എക്സാക്റ്റ് പോൾ കണ്ട് മൂക്കിൽ വിരൽ വെച്ച് നിൽക്കുക. ഇനി മമതാ ബാനർജി തോറ്റാലും അവിടെ തൃണമൂൽ കോൺഗ്രസ്സിന് ഭൂരിപക്ഷം നഷ്ടപ്പെടാനും നമുക്ക് ആശങ്കയൊന്നുമില്ല. ആകെ ഒരു കാര്യത്തിൽ മാത്രമേ പ്രയാസമുള്ളൂ. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ഈ മീഡിയ വൺ ചാനലും ജമാഅത്തെ ഇസ്ലാമിയുടെ തിങ്ക് ടാങ്കായിട്ടുള്ള C ദാവൂദും ഈ വിജയം അംഗീകരിക്കുകയില്ല. അവരെ അംഗീകരിക്കാത്തിടത്തോളം കാലം ഈ ജയിച്ചു വരുന്ന MLAമാർക്ക് ബംഗാൾ നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ട് വരും. കാരണം ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് പോരല്ലോ. ജമാഅത്തെ ഇസ്ലാമിയുടെ ശൂറ കൂടിയിട്ട് ഇന്ത്യൻ ആളുകൾ ജയിച്ചു എന്ന് അംഗീകരിച്ചാൽ മാത്രമേ അവർക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് മാത്രമേ മന്ത്രിസഭ രൂപീകരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി ആ സംസ്ഥാനത്ത് ഉണ്ടാകാൻ പോകുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി തമിഴ്നാട്ടിലേക്ക് വന്നാൽ ഈ രാജ്യത്ത് സത്യം പറഞ്ഞാൽ മതേതര നവോത്ഥാനവാദികൾക്ക് ഏറ്റവും പ്രിയങ്കരനായ ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്നത് സ്റ്റാലിനാണ്. ജോസഫ് സ്റ്റാലിനല്ല, കരുണാനിധിയുടെ മകൻ സ്റ്റാലിൻ. ഇവിടെ പിണറായി വിജയനെ എതിർക്കുന്നവർക്കും പിണറായി വിജയനെ അനുകൂലിക്കുന്നവർക്കും ഏവർക്കും പ്രിയങ്കരനായ ഒരു വ്യക്തിയുടെ സ്റ്റാലിനാണ്. സ്റ്റാലിൻ അത് ചെയ്തു, സ്റ്റാലിൻ ഇത് ചെയ്തു, സ്റ്റാലിൻ മറ്റത് ചെയ്തു, സ്റ്റാലിൻ മറിച്ചത് ചെയ്തു. സ്റ്റാലിൻ ഹിന്ദുത്വത്തിനെ പപ്പടമാക്കി, സ്റ്റാലിൻ ജാതീയതയ്ക്കെതിരെ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് പുരോഗമന നവോത്ഥാന മുഖംമൂടി ധരിച്ച ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഈ പുരോഗമനക്കാരന് ദീർഘനിലക്കുള്ള അടിയാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ ജനങ്ങൾ കൊടുത്തിട്ടുള്ളത്. കാരണം ഇക്കട്ട കാലം മുഴുവൻ സ്റ്റാലിൻ്റെ കൊള്ളയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അഴിമതി എന്ന് പറഞ്ഞാൽ അഴിമതിയെ സ്ഥാപനവൽക്കരിച്ച ഒരു സംസ്ഥാനമാണ്. അതിന് വലിയ പങ്ക് വഹിച്ച ആളാണ് കരുണാനിധി. ഒട്ടും ചെറുതല്ലാത്ത പങ്ക് വഹിച്ച ആളാണ് MGR. പിന്നെ അത് ഒരു കലയായിട്ട് ശാസ്ത്രമായിട്ട് വികസിപ്പിച്ച ആളാണ് ശെൽവി ജയലളിത. ആ ജയലളിതയെ പോലും തോൽപ്പിക്കുന്ന അഴിമതിയാണ് ശ്രീമാൻ സ്റ്റാലിൻ അവിടെ നടത്തിയത്. പിന്നെ സ്റ്റാലിൻ്റെ മകൻ വലിയൊരു പുരോഗമനവാദിയുണ്ട്. ഈ സനാതന ധർമ്മം എന്ന് വെച്ചാൽ പ്ലേഗോ, കോളറയോ, കുഷ്ഠമോ, കൊറോണയോ പോലെ വെറുക്കപ്പെടേണ്ട ഒന്നാണ് എന്ന് പറഞ്ഞ് വടക്കേ ഇന്ത്യയിൽ പോലും കോൺഗ്രസിൻ്റെ പരാജയം ഉറപ്പുവരുത്തിയ ആ മഹാനായ ഉദയനിധി സ്റ്റാലിൻ ഇവരുടെ എല്ലാത്തിൻ്റെ അണ്ടം പൊളിച്ചുകൊണ്ട് ഒരു വലിയ ജനവീഥി വന്നിരിക്കുന്നു. അവിടെ സിനിമാ നടൻ വിജയുടെ പാർട്ടിക്കാണ് ഭൂരിപക്ഷത്തോട് അടുത്ത് സീറ്റുകൾ കിട്ടിയിട്ടുള്ളത്. രണ്ടാം സ്ഥാനത്ത് ADMK ആണ്. ADMKയുടെ സംഘടനാ സംവിധാനമൊക്കെ ദുർബലമാണ്. അവർക്ക് ശക്തരായ സഖ്യകക്ഷികൾ ആരുമില്ല, ശക്തരായ നേതാവില്ല ജയലളിത ഭരിച്ചതിന് ശേഷം. അതിൽ നിന്ന് തന്നെ പന്നീർശെൽവം വിട്ടുപോയ അവസ്ഥയിലാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും DMK രണ്ടാം സ്ഥാനത്ത് വരുന്നു, സ്റ്റാലിൻ്റെ DMK മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്നു എന്ന കാഴ്ചയാണ് നമ്മൾ തമിഴകത്ത് കാണുന്നത്. ഇനി കേരളത്തിലെ കാര്യം അത് ഞാൻ പ്രത്യേകം പറയാതൊക്കെ കരയും. പിണറായിസത്തിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. മിക്കവാറും മന്ത്രിമാരും തോൽവി തുറിച്ചു നോക്കുന്ന സാഹചര്യമാണ്. അത് CPMൻ്റെ കോട്ടക്കൂത്തലകളൊക്കെ പൊളിഞ്ഞ് പാളിസായി. കോഴിക്കോട് ജില്ലയിലുണ്ടായ തിരിച്ചടി, കണ്ണൂർ ജില്ലയിലുണ്ടായ തിരിച്ചടി, കാസർഗോഡ് ജില്ലയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന തിരിച്ചടി, കഷ്ടിച്ച് പാലക്കാട് ജില്ലയിൽ അവിടെയും പല കൊത്തളങ്ങളും പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഷ്ടിച്ച് തൃശ്ശൂർ മാത്രമാണ് പിടിച്ചേക്കാൻ പറ്റിയിട്ടുള്ളത്. എറണാകുളം, മലപ്പുറം ജില്ലകൾ, അതുപോലെ ഇടുക്കി ജില്ല എല്ലാം വൈറ്റ് വാഷ് ചെയ്ത് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്.
കൊല്ലം പോലും കുലുങ്ങി വിറച്ചു പോയി. അങ്ങനെ വലിയ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പിണറായി സത്തിൻ്റെ ആദ്യമാണ് ഇതോടുകൂടി ഇത് സംഭവിക്കാൻ പോകുന്നത്. ജനങ്ങളെ പുച്ഛിച്ച പരിഹസിച്ച കടക്ക് പുറത്ത് എന്ന് പറഞ്ഞാൽ പിണറായി വിജയനോട് ജനം പറയാണ് കടക്ക് പുറത്ത് വിജയ ഇത്രയൊക്കെ ഭരിച്ചല്ലോ, ഇത്രയൊക്കെ ഞങ്ങളെ ഒരു വഴിക്ക് ആക്കിയല്ലോ, ഇനി താങ്കൾ വീട്ടിൽ പോയി വിശ്രമിക്കും, പിണ്ണതൈലമിട്ട് തിരുമ്പി ഈ വാർദ്ധക്യ കാലത്ത് ആ കൊച്ചുമക്കളെ കളിപ്പിച്ച് സമാധാനമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കും. തിരുവനന്തപുരത്ത് ഇരുന്നാലും കുഴപ്പമില്ല, ഇനി പിണറായിലേക്ക് തിരിച്ചു പോയാലും കുഴപ്പമില്ല, ഇത്രയൊക്കെ ചെയ്തല്ലോ, ഇത്രയൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത താങ്കൾ വിശ്രമിക്കും എന്നാണ് ഈ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ, ധർമ്മടത്തെ ജനങ്ങളടക്കം ആ മുഖ്യമന്ത്രിയോട് പറയുന്നത് കടക്ക് പുറത്ത് എന്നാണ്.